സോഷ്യൽ മീഡിയയിലെ 2 യഹൂദ ഉന്നതന്മാർ പറയുന്നു, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ലബാനോൻ മലനിരകൾ ഞങ്ങൾ പിടിക്കും, സീനായ് മരുഭൂമി ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങൾ മഹാനദിയായ യൂഫ്രട്ടീസും സ്തോത്രം അത് തുടങ്ങി നൈൽ നദി വരെ ഞങ്ങൾ പിടിക്കും. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയി, ചുക്ക് നടക്കും. എടാ യഹൂദ, നിന്നെ കൊണ്ടത് പറ്റത്തില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ടത് പറ്റത്തില്ല. പക്ഷേ മെശിഹായിലൂടെ മാത്രമേ അത് നടക്കത്തുള്ളൂ. നീ കേട്ടത് നേടാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. കർത്താവ് യേശുവിലൂടെ മാത്രമേ നിനക്കത് നടക്കത്തുള്ളൂ എന്ന് കേക്ക്. നിന്നിലൂടെ നടക്കത്തില്ല. അവസാനം ലോകരാജ്യങ്ങൾ മുഴുവൻ അവനെതിരെ മാർച്ച് ചെയ്യും. ഖത്തർ പോകും. ഇന്നത്തെ സാഹചര്യം ആദ്യം പോകുന്ന ഖത്തറായിരിക്കും. സൗദി അറേബ്യ കൂടെ പോകും. ഇറാനും ഇറാഖും പണ്ടേ റെഡിയാ. ചൈന കൂടെ ഉണ്ടായിരിക്കും. പുട്ടിനായിരിക്കും ഒരു പക്ഷേ അവരെ നയിക്കുന്നത്. എല്ലാം കൂടെ ചെന്ന് യഹോശാഫാത്ത് താഴ്വരയിലെങ്കിൽ നിവർന്ന് നിൽക്കും. ഇന്ന് കാണുന്നതായ യഹൂദന്മാരിൽ 2 ഭാഗം കൊല്ലപ്പെടും. റിയലി പുസ്തകം പറയുന്നത് 2 ഭാഗം കൊല്ലപ്പെടുമ്പോൾ പണ്ട് കല്ലെറിഞ്ഞ പണ്ട് ക്രൂശിച്ച ഒരുത്തനുണ്ടല്ലോ, പണ്ട് മുറിവേൽപ്പിച്ച ഒരുത്തനുണ്ടല്ലോ, പണ്ട് മുറിവേൽപ്പിച്ച തള്ളിക്കളഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവങ്കിലേക്ക് തിരിഞ്ഞു നിന്ന് നിലവിളിക്കും. പക്ഷെ അവൻ പ്രതികാരത്തിൻ്റെ അപ്പച്ചനല്ല. അവൻ ക്ഷമയുടെ ദൈവമായതുകൊണ്ട് ലോകം മുഴുവൻ കാണത്തക്ക വിധത്തിൽ അവൻ ഒരു മലയിൽ ഇറങ്ങി നിൽക്കുക. അവൻ വിളിക്കുമ്പോൾ അവൻ ഇറങ്ങി വരുമെങ്കിൽ നീ വിളിക്കുമ്പോൾ എത്ര വേഗത്തിൽ അവൻ ഇറങ്ങി വരും. കുട്ടി, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് ഈ ഒറ്റ പീസ ഈ ഷേപ്പിൽ ഞാൻ നിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. നീ ഹൃദയം തകരുമ്പോൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ആരൊക്കെ ഒറ്റ കൊടുത്താലും, ആരൊക്കെ കൂടെ നിന്ന് ചതിച്ചാലും, എന്തൊക്കെ പ്രശ്നം വന്നാലും നിന്റെ തലയിലെ രോമങ്ങളെ എണ്ണി അറിഞ്ഞിരിക്കുന്ന സർവശക്തനായ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല.